ക്രോസുകൾ റോഡ് മുറിച്ചു കടക്കാനോ അതോ വാഹനങ്ങൾ പോകാനോ? നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചെറുവണ്ണൂരിൽ സ്കൂളിന് സമീപം സീബ്ര ലൈൻ മുറിച്ചു കടക്കുന്നതിനിടെ സ്വകാര്യ ബസ് അശ്രദ്ധമായി പാഞ്ഞുകയറി വിദ്യാർത്ഥിനിയെ ഇടിച്ചിടുന്ന ഭയാനകമായ ദൃശ്യങ്ങൾ നമ്മുടെ നാട്ടിലെ റോഡ് സുരക്ഷയുടെ നിർണായക ആവശ്യകത ഉയർത്തിക്കാട്ടുന്നു. വിദ്യാർത്ഥി ഇന്നലെ മാരകമായ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെങ്കിലും ഭാഗ്യമെന്നും നമ്മോടൊപ്പം ഉണ്ടാകണമെന്നില്ല. പ്രത്യേകിച്ച് സീബ്ര ലൈനുകൾ ഉപയോഗിച്ച് ക്രോസ് ചെയ്യുമ്പോൾ കാൽനടയാത്രക്കാരും വാഹനമോടിക്കുന്നവരും റോഡ് സുരക്ഷാ പ്രോട്ടോക്കോളുകൾ കർശനമായി പാലിക്കേണ്ടതിന്റെ നിർണായക ആവശ്യകതയെ ഈ സംഭവം അടിവരയിടുന്നു. സീബ്ര ക്രോസിംഗുകൾ കാൽനടയാത്രക്കാർക്ക് സുരക്ഷിതമായി കടന്നു പോകാനുള്ള വഴിയാണ്. എന്നിരുന്നാലും അവയുടെ ഫലപ്രാപ്തി ഡ്രൈവർമാരുടെയും സഹകരണ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. കാൽനടയാത്രക്കാർ, പ്രത്യേകിച്ച് കുട്ടികൾ, സീബ്ര ക്രോസുകൾ ഉപയോഗിക്കുമ്പോൾ അതിജാഗ്രത പാലിക്കണം. ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ജീവൻ നമ്മുടേതാണ്. വാഹനമോടിക്കുന്നവർക്കും ജാഗ്രതയും നിരീക്ഷണവും ഉണ്ടായിരിക്കാനുള്ള ഉത്തരവാദിത്വവും കടമയുമുണ്ട്. പ്രത്യേകിച്ച് സീബ്ര ലൈനുകൾക്ക് സമീപം കടന്നുപോകാൻ കാത്തു നിൽക്കുന്ന കാൽനടയാത്രക്കാർക്കായി വാഹനം നിർത്തിക്കൊടുക്കാൻ അവർ തയ്യാറാകണം. കേരളത്തിലെ സമകാലിക സംഭവങ്ങളിൽ കണ്ടതുപോലെ നിയുക്ത കാൽനട ക്രോസിംഗുകളിലൂടെയുള്ള വാഹനങ്ങളുടെ അമിത വേഗത കേവലം അശ്രദ്ധ മാത്രമല്ല, ജീവൻ അപകടപ്പെടുത്താനും സാധ്യതയുണ്ട്. ഇതിനു മുൻപ് കാൽനടയാത്രക്കാരുടെ സുരക്ഷയുടെ പ്രാധാന്യം ഹൈക്കോടതി ഊന്നിപ്പറയുകയും ഈ ക്രോസിംഗുകളിൽ അപകടങ്ങൾ തടയുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അധികാരികളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഡ്രൈവർമാരെ പഠിപ്പിക്കുന്ന സീബ്ര ക്രോസിംഗ് സംബന്ധിച്ച നിയമങ്ങളെക്കുറിച്ച് കോടതിക്ക് പൂർണ്ണമായി അറിയാം. എന്നാൽ അവ ഒരിക്കലും നടപ്പാക്കുന്നില്ലെന്ന് വ്യക്തമാണ്. കഴിഞ്ഞ വർഷം കോടതി അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയായിരുന്നു.